നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ഹാഷിഖ് തൈക്കട്ടി കൂടി നമ്മുടെ കൂടെ തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ഹാഷിഖ് തൈക്കട്ടി, ഇതിപ്പോൾ ഈ ഒരാഴ്ചക്കിടയിൽ വരുന്ന രണ്ടാമത്തെ സംഭവമാണ് ഷാർജയിൽ നിന്ന്. ഇത്തരത്തിൽ ഇത് നോക്കുകയാണെങ്കിൽ, അതുലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഈ കൂടുതൽ ദൃശ്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അതിക്രൂരമായ പീഡനത്തിനൊക്കെ കുട്ടി ഇരയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ അപ്പോഴും അവിടെ കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു കാരണം കൊണ്ട്, അത് വിപഞ്ചിയുടെ മരണത്തിലും അങ്ങനെ തന്നെയായിരുന്നു, അവിടെ കേസ് കൊടുത്തിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക? നമുക്ക് അറിയാം, UAE ഏറ്റവും ആധുനികപരമായിട്ടുള്ള കോടതി വ്യവഹാരവും അതുപോലെ തന്നെ സുത്യർഹമായ സേവനത്തിൽ ടെക്നോളജികളൊക്കെ വ്യക്തമായ രീതിയിൽ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള രീതിയിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന രാജ്യമാണ്. ഒപ്പം തന്നെ 2024 ഫെഡറൽ ഡിഗ്രി 13 പ്രകാരം സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ, ഗാർഹിക പീഡനങ്ങളൊക്കെ തന്നെ നിയമപരമായി അത് കംപ്ലൈന്റ് ചെയ്യാനും ടോൾ ഫ്രീ നമ്പറുകൾ ഷാർജയിലും അബുദാബിയിലും ദുബായിലുമൊക്കെ ടോൾ ഫ്രീ നമ്പറുകൾ കൊടുത്തുകൊണ്ട് പരാതി ചെയ്യാനുള്ള സൗകര്യങ്ങളുമുണ്ട്. പക്ഷെ ഇത് വേണ്ടത്ര ജനങ്ങൾ ഉപയോഗിക്കുന്നില്ല. മാനസികമായ പീഡനങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കുടുംബപരമായ പ്രശ്നങ്ങൾ, ഇതൊന്നും തന്നെ തുറന്നു പറയാതെ അവർ ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കുമ്പോൾ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, സ്വന്തം അടുത്ത ബന്ധുക്കളോട് പോലും കാര്യങ്ങൾ പറയാൻ സാധിക്കാതെ, അവരുടെ സഹോദരങ്ങളോട് പറയാൻ സാധിക്കാത്ത രീതിയിൽ മാനസികമായ പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ പോലീസിനായാലും എന്ത് ശക്തമായ നിയമം ഉണ്ടായാലും അതിനൊരു പരിമിതികളുണ്ട്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ബോധവൽക്കരണം നമ്മുടെ നോർക്ക പോലുള്ള, അതല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസി പോലുള്ള ഇവിടെയുള്ള സംഘടനകളൊക്കെ ചെയ്യേണ്ടത്. അത് തന്നെയാണ് അറിയേണ്ടത്. ശ്രീ ഹാഷിഖ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. എന്നിട്ടും ഇത്തരത്തിൽ അനുഭവിക്കുന്ന ആളുകൾ പരാതിപ്പെടാത്തത് അതിനെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടായിരിക്കുമോ? ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമുള്ള നഗരങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ UAE, പ്രത്യേകിച്ച് ദുബായ് ഒക്കെ തന്നെ. അത്തരം രീതിയിലേക്ക് എത്താൻ കാരണം ഇവിടുത്തെ പോലീസ് സംവിധാനവും നിയമവ്യവസ്ഥയും അത്രയും കർശനമായതുകൊണ്ടും അത്രയും സുതാര്യമായതുകൊണ്ടുമാണ്. 24 മണിക്കൂർ ഒരാളുടെ സഹായമില്ലാതെ സ്മാർട്ട് പോലീസ് സ്റ്റേഷനിൽ എത്രയോ അടുത്ത സ്ഥലങ്ങളിൽ പോയി നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ഷാർജയിലാണെങ്കിൽ 999 അതല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറുകളിൽ വിളിച്ചാൽ ഉടൻ തന്നെ പോലീസ് എത്തുന്ന സംവിധാനമുണ്ട്. കൃത്യമായ രീതിയിൽ ഒരു സാമൂഹിക പ്രവർത്തകനോ അതല്ലെങ്കിൽ മറ്റാർക്കും തന്നെ കൃത്യമായ വിവരങ്ങളോടുകൂടി പോലീസിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 14 ദിവസം കഴിഞ്ഞ് വീണ്ടും ആവശ്യമാണെങ്കിൽ സ്ത്രീകൾക്ക് ഷെൽട്ടർ കൊടുക്കാനടക്കം നിയമവ്യവസ്ഥതയുണ്ട്. UN വിമൻ ഫോറത്തിൽ അതിന്റെ ലേസൺ ഓഫീസ് 2016 മുതൽ ഇവിടെ അബുദാബിയിൽ പ്രാവർത്തികമായിട്ടുണ്ട്. UN വിമൻസിന്റെ ഏറ്റവും കൂടുതൽ സമത്വം നൽകുന്ന രീതിയിൽ തൊഴിലിടങ്ങളിൽ, മറ്റ് മേഖലകളിൽ, ഇവിടുത്തെ മന്ത്രിസഭയിൽ പോലും 1/3 സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുള്ള രീതിയിൽ സ്ത്രീ സംരക്ഷണത്തിന് ഏറ്റവും അനുകൂലമായ ഒരു രാജ്യമാണ് UAE എന്നിരിക്കെ കൃത്യമായ രീതിയിൽ ഇത് പരാതി കൊടുക്കാനും ഇത്തരമുള്ള ആളുകളുടെ മാനസികമായ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള ഒരു കേൾവിക്കാരനായി മാറാനും നമുക്ക് സാധിക്കാതെ പോകുന്നതാവാം ഒരു പക്ഷേ അടിക്കടിയായി ഇത്തരം പ്രശ്നങ്ങൾ. ഇതൊരു സാമൂഹിക പ്രശ്നമാണ്. ഈ സാമൂഹിക പ്രശ്നങ്ങളിൽ നൂറുകണക്കിന് ഓണവും വിഷുവും പെരുന്നാളും ഒക്കെ ആഘോഷിക്കുന്ന മലയാളി സംഘടനകൾ തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിന് അവരുടെ ഇടയിൽ നിന്നും ഇതിന്റെ ബോധവൽക്കരണം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ശ്രീ ഹാഷിഖ്, ഇനിയിപ്പോൾ ഈ അതുല്യയുടെ വിഷയത്തിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? കാരണം ഇപ്പോൾ കേസുകൾ ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കേസ് കൊടുക്കാനിരുന്നതാണ്, പക്ഷേ അത് പിന്നീട് ഒത്തുതീർപ്പിലായി എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ രേഖാമൂലം കേസ് കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോഴും ഇതിനു മുമ്പ് ഈ ഗാർഹിക പീഡനവും അതല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളും ഉണ്ടായി എന്നുള്ളതും ഇത് ഒത്തുതീർപ്പാക്കിയതാണ് എന്ന് കാണിച്ചു ഇപ്പോഴും അവരുടെ ബന്ധുക്കൾക്ക് പരാതി കൊടുക്കുകയും ഈ മരണത്തിലേക്ക് ലീഡ് ചെയ്യാനുള്ള സംഭവങ്ങളും സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോസിക്യൂഷൻ ത്രൂ നമുക്ക് കോടതിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇവരുടെ ജൂറിസ്ഡിക്ഷൻ എവിടെയാണോ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലാണ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകുന്നത്. ഇതൊരു കംപ്ലൈന്റ് ആയി കൊടുക്കുമ്പോൾ പ്രോസിക്യൂഷന്റെ നിയാബയുടെ കൂടി പെർമിഷൻ കിട്ടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആദ്യം പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു ന്യൂനതയാണെങ്കിൽ തന്നെ
പുതിയ സംഭവ വികാസങ്ങളും ഏതെങ്കിലും തെളിവുകളും ഉണ്ടെങ്കിൽ ഇപ്പോഴും കേസും കാര്യങ്ങളും കൊടുക്കുന്നതിന് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല. ഇന്ത്യൻ നയതന്ത്ര കാര്യാലയവും ഒപ്പം തന്നെ ഇവിടെയുള്ള ജുഡീഷ്യൽ സിസ്റ്റവും ഒക്കെ തന്നെ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് അതിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതെ, ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാൻ വരികയായിരുന്നു ശ്രീ ഹാഷിക. ഇപ്പോൾ ഈ അതുല്യയുടെ ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഭർത്താവ് ഉപദ്രവിക്കാൻ പോകുന്നതും അതുപോലെ തന്നെ ദേഹത്തെ മുറിവുകളൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ദൃശ്യങ്ങൾ വെച്ചൊക്കെ പരാതിപ്പെടാൻ കഴിയുമോ? തീർച്ചയായും ദൃശ്യങ്ങളും മറ്റ് സാഹചര്യ തെളിവുകളും കൃത്യമായ രീതിയിൽ പ്രോസിക്യൂഷനിൽ ബോധിപ്പിക്കാനും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ആധുനിക ഫോറൻസിക് തെളിവുകളും മറ്റുമൊക്കെ ഹാജരാക്കാൻ സാധിച്ചാൽ നമുക്ക് ഇവിടെ കേസെടുത്തുകൊണ്ട് അന്വേഷണം നടത്താൻ സാധിക്കും. തെളിവുകളുടെ അഭാവമാണ് പലപ്പോഴും ഇത്തരം കുറ്റവാളികൾ രക്ഷപ്പെടുന്നത്. അങ്ങനെയുള്ള ഏതെങ്കിലും തെളിവുണ്ടെങ്കിൽ അതിന് പഴുതുകളൊന്നുമില്ലാത്ത രീതിയിൽ വിറ്റ്നസ് അടക്കമുള്ള രീതിയിലേക്ക് നമുക്ക് അധികാരികളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ ഇവിടെ നീതി ലഭിക്കും. നീതി നമുക്ക് ലഭിക്കണമെങ്കിൽ നീതിയുടെ വാതിലുകൾ നമ്മൾ തുറക്കാൻ ശ്രമിക്കണം. പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ തന്നെ മാനസികമായ പ്രശ്നങ്ങൾ സ്വയം അടക്കി വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അതോറിറ്റികളെ സമീപിക്കാത്തതാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. ഇവരുടെ ബന്ധുക്കൾ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് അതിലൂടെ എന്നാണ് അറിഞ്ഞത്. അവരോട് പോലും അവരുടെ വിഷമങ്ങളോ പ്രശ്നങ്ങളോ പങ്കുവെക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ആയിക്കൊണ്ട് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് ഒതുങ്ങുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നതിന്റെ പ്രത്യാഘാതം കൂടിയാണ് ഇത്തരം പ്രശ്നങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ഹാഷിക്, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ നേരത്തെ അതുല്യയുടെ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇന്നലെ രാത്രി വരെ വളരെ സന്തോഷത്തിലായിരുന്നു, സഹോദരിയുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഇങ്ങനെയൊരു പ്രശ്നമുള്ളതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടം മകൾക്കുള്ളതായിട്ടോ അവർക്ക് തോന്നിയിട്ടില്ല എന്നാണ്. ഇന്നിപ്പോൾ മരണവാർത്തയിലായാലും അതുല്യ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടു എന്ന് ഭർത്താവ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ വീട്ടുകാരൊരു സംശയം ഉന്നയിക്കുന്നത് ഇത് ആത്മഹത്യയല്ല, അയാൾ മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്തതായിരിക്കുമോ എന്നാണ്. അത്തരത്തിലൊരു പരാതി ഉണ്ടെങ്കിൽ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ള രീതിയിൽ അവരുടെ ബന്ധുക്കൾക്ക് പരാതി കൊടുക്കാൻ ഇപ്പോഴും സാധിക്കും. അത്തരത്തിലുള്ള കൃത്യമായ പരാതിയും ഫോറൻസിക്കും റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ബോഡി വിട്ടുകിടക്കുന്ന കാര്യങ്ങൾ അടക്കമുള്ളത് UAE ചെയ്യാറുള്ളൂ. അതുകൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലും സംശയമോ ഏതെങ്കിലും രീതിയിൽ മരണത്തിന് സംശയകരമായ രീതിയിൽ ഇതൊരു ആത്മഹത്യയല്ല മറ്റൊരു രീതിയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും നിയമ വ്യവസ്ഥിതിയും ഉള്ള രാജ്യമാണ് UAE. പ്രത്യേകിച്ച് ദുബായും ഷാർജയും ഒക്കെ ചെറിയൊരു സംശയം ഉണ്ടെങ്കിൽ പോലും കർശനമായ രീതിയിൽ പരിശോധന നടത്തിക്കൊണ്ട് മാത്രമേ കാര്യങ്ങളിൽ ഒരു തീർപ്പ് നൽകി ബോഡി വിട്ടുകൊടുക്കുകയുള്ളൂ. ഓക്കെ, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ഹാഷിക പ്രതികരിച്ചതിന്, ഇത്രയധികം കാര്യങ്ങൾ നമ്മളുമായി പങ്കുവച്ചതിന്.